ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ലെബനീസ് കുബൂസിൻ്റെ റെസിപ്പിയാണ്. ഇത് സാധാരണ കുബൂസിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കുബൂസാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് ഞാൻ ഒരു കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കപ്പളവിന് നിർബന്ധമൊന്നുമില്ല, ഗ്ലാസ്സിനോ പാത്രത്തിനോ ഒക്കെ നിങ്ങൾക്ക് അളന്നെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള വെള്ളം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം നമുക്ക്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മണി പോലത്തെ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് പൊങ്ങാനായിട്ട് നിങ്ങൾ മാറ്റി വെച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. എല്ലാവർക്കും അറിയാമല്ലോ, ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര ഉപ്പും കൂടെ ചേർത്തിട്ട് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റൊക്കെ പൊങ്ങാനായിട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങളത് ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് മൈദയാണ് കേട്ടോ. 1 കപ്പ് വെള്ളത്തിന് 3 കപ്പ് മൈദ എന്നുള്ളതാണ് കണക്ക്. അത് 1 ഗ്ലാസ് വെള്ളമാണെങ്കിൽ 3 ഗ്ലാസ് മൈദ എടുക്കുക. അപ്പോൾ 3 കപ്പ് മൈദ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി പ്രത്യേകിച്ച് ഇതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് ചെയ്യാനായിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടി പോകാനൊന്നും സാധ്യതയില്ല. അങ്ങനെ നമ്മൾ ഗ്ലാസ്സിലൊക്കെ അളന്നിട്ട് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇനി കയ്യിൽ വല്ലാണ്ട് ഒട്ടി പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലൊന്ന് കയ്യിൽ തേച്ചിട്ട് കുഴച്ചെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു തുള്ളി ഓയിൽ പോലും ചേർക്കണില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓയിൽ ചേർത്തിട്ടും കുഴച്ചെടുക്കാം. സാധാരണ കുബൂസിലേക്ക് ഓയിൽ ചേർക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. ഈ കയ്യിൽ മാവ് നന്നായിട്ട് ഒട്ടിപ്പിടിക്കുക അങ്ങനത്തെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ പൊടിയൊന്ന് കൈ തൊട്ടിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1 മണിക്കൂറെങ്കിലും അടച്ചിട്ടൊന്ന് മാറ്റി വെക്കണം കേട്ടോ. മാവ് ഒരുപാട് ടൈറ്റല്ല, എന്നാൽ ഒരുപാട് ലൂസും അല്ലാത്തൊരു പരുവത്തിൽ തന്നെയാണ് നമ്മളിത് കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പം ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഒരുപാട് അങ്ങോട്ട് പൊങ്ങേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ബണ്ണിൻ്റെ മാവ് പോലെയൊന്നും, നമുക്ക് സാധാരണ കുറച്ചൊന്ന് പൊങ്ങി കിട്ടിയാൽ മതി. അപ്പോൾ 1 മണിക്കൂർ വെച്ചാൽ തന്നെ കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ കാണിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാവൊക്കെ പൊങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കയ്യിൽ കുറച്ച് പൊടിയൊന്ന് തൂവിയിട്ട് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. ബൗളിൽ നിന്ന് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ വലിയ സൈസിലാണ് നമ്മൾ പരത്തുന്നത് കേട്ടോ. അപ്പോൾ ചപ്പാത്തി പലകയിൽ പരത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കൗണ്ടർ ടോപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഇട്ട് പരത്തുകയാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിരിക്കും കേട്ടോ. നമ്മൾ സാധാരണ കുബൂസിൻ്റെ വലിപ്പത്തിലല്ല, കുറച്ച് വലിയതായിട്ടാണ് ലെബനീസ് കുബൂസ് കാണാറുള്ളത്. കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഒരു സൈസ് തന്നെ നമ്മൾ പരത്തിയെടുക്കുക. ഇനി നമുക്കിത് ഓരോ ബോളുകളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ വലിപ്പം നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ട്, നമ്മുടെ തവക്ക് അനുസരിച്ചല്ല നമുക്ക് പരത്താൻ പറ്റുള്ളൂ. അപ്പോൾ വലിയ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ പരത്തിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു സൈസിലാണ് ബോളുകളാക്കിയിട്ട് മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു 6 ബോളുകളായിട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈസിൽ അപ്പോൾ ഞാൻ കുറച്ച് പൊടി ഇട്ടിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കുന്നുണ്ട്. ആദ്യം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കൈവച്ച് പ്രസ് ചെയ്തിട്ട് നമ്മൾ ചപ്പാത്തി റോളർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്ന പോലെ തന്നെ. ഒരുപാട് കട്ടിയിലല്ല പരത്തേണ്ടത്. ചപ്പാത്തിൻ്റെ ഒക്കെ ആ ഒരു കട്ടിയിൽ തന്നെ പരത്തിയെടുത്താൽ മതി. അതിലേറെ കുറച്ചും കൂടെ ഒന്ന് കട്ടി ഉണ്ടായാലും കുഴപ്പമില്ല. ഒരുപാട് തിന്നാക്കരുത്. സാധാരണ കുബൂസ് നമ്മൾ കുറച്ച് കട്ടിയിലാണല്ലോ പരത്തിയെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കാം കേട്ടോ. ഓയിലൊന്നും തേച്ചിട്ട് നിങ്ങൾ പരത്തിയെടുക്കരുത്. കുബൂസ് ഓയിൽ തേച്ചിട്ട് പരത്തിയെടുക്കാറില്ല. അപ്പോൾ പൊടി ഇട്ടിട്ട് തന്നെ ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ഉള്ളത് കാരണം തന്നെ ഒട്ടിപ്പിടിക്കാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് തന്നെ പൊടി ഇട്ടിട്ട് പരത്തിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കണത് കുറയും കേട്ടോ. അപ്പോൾ വലിയ സൈസ് ആകുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് റൗണ്ടായി കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇനി അങ്ങനെ കറക്റ്റ് റൗണ്ടായി വേണമെന്നുള്ളവരൊരു പ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്രയും കട്ടിയിൽ ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വെക്കാം. അങ്ങനെ എല്ലാ ബോൾസുകളും ഇതുപോലെ തന്നെ നമുക്ക് പരത്തി കൊടുക്കാം. ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് ഞാനിതുപോലെ പരത്തി എടുക്കുന്നുണ്ട്.
അപ്പോൾ ഞാനിതിന് മുമ്പ് സാധാരണ കുബൂസ് തന്നെ ഞാൻ ഈസ്റ്റ് ഇല്ലാത്ത കുബൂസിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ ഗോതമ്പ് പൊടിയിൽ ചെയ്യുന്ന സാധാരണ കുബൂസും ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. ഇതൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ഒരു ആവശ്യമില്ല. കുട്ടികളൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഇതാണ് കേട്ടോ. ഇതിലൊക്കെ പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല. ക്രീമോ ഒക്കെ ഉണ്ടായാൽ തന്നെ, ഫ്രഷ് ക്രീമും തേനും ഉണ്ടായാൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കുബൂസാണ്. ഈ സൈഡ് ഡിഷ് ഒന്നും ആവശ്യമില്ല ഇതിന്. അപ്പോൾ ബാക്കിയുള്ള മുഴുവൻ ഞാൻ ഇതുപോലെ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബുദ്ധിമുട്ടാണെന്നില്ല കേട്ടോ. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് മൊത്തം ഇതുപോലെ പരത്തിയെടുക്കാം. കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ കുബൂസ് കേട്ടോ. ഇനി ഇത് ഗോതമ്പ് പൊടിയിൽ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. പക്ഷേ മൈദൻ്റെ ടേസ്റ്റ് നമുക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്താൽ കിട്ടണില്ല. എന്നാലും വേണമെന്നുള്ളവർക്ക്, മൈദ കഴിക്കാത്തവർക്ക് ഗോതമ്പ് പൊടിയിൽ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പരത്തി വെച്ചത് നമുക്ക് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ സമയത്ത് തന്നെ നമ്മൾ തവ ചൂടാക്കാനായിട്ട് വെക്കുക. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാനും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ പണിയും തീരും കേട്ടോ. ചുട്ടെടുക്കാനും ഈസിയാണ്. അപ്പോൾ തവ ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലിട്ടിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കരുത്. തവ ചൂടായതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ടിട്ട് വേണം നമ്മളിത് ചുട്ടെടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോട്ടെ, ഈസ്റ്റുള്ളത് കാരണം തന്നെ. അപ്പോൾ അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഓരോന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഒരു ഭാഗം റെഡിയാവുന്ന സമയത്ത് ഓരോ ഭാഗം തിരിച്ചിട്ടിട്ട് 2 ഭാഗം പൊള്ളി വരുന്ന സമയത്ത് നമുക്ക് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം കേട്ടോ. നമ്മുടെ സാധാരണ ചപ്പാത്തിയൊക്കെ ചുടുന്ന പോലെ തന്നെ, പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓയിലോ ബട്ടറോ ഒന്നും സ്പ്രെഡ് ചെയ്യരുത് കേട്ടോ. കുബൂസായത് കാരണം തന്നെ. അപ്പോൾ പൊള്ളി വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഭാഗവും നമുക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ചട്ടകം വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പൊള്ളി വരും. ഇനി നമുക്കിത് ഓരോന്നായിട്ട് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ ചുട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് ചുട്ടതിന് ശേഷം നമ്മൾ ഇങ്ങനെ പുറത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബലം പിടിക്കും കേട്ടോ. അപ്പോൾ പുറത്ത് വെക്കാണ്ട് നമ്മളൊരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരിക്കും. പാത്രത്തിലിട്ട് അടിച്ച് വെക്കരുത്. അപ്പോൾ വയർപ്പായിട്ട് അത് ആകെ കൊണ്ട് കുതിർന്ന് പോകും. അങ്ങനെ ചെയ്യരുത്. ഒരു തുണി വെച്ചിട്ട് ടവൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മുകളിലിട്ട് കൊടുത്താൽ മതി. പിന്നെ ആവി പോയതിന് ശേഷം ഒരു കാസറോളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കും. ഒരുപാട് സമയം പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റ് ചേർത്ത് ഏത് ഫുഡാണെങ്കിലും പെട്ടെന്ന് തന്നെ ഹാർഡായി പോവും. അതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആവും. അപ്പോൾ ബാക്കിയുള്ള മൊത്തം ഞാൻ ഇതുപോലെ ചുട്ടെടുക്കുന്നുണ്ട്. എല്ലാം ഒന്നും കാണിക്കണില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഒന്ന് കൈ വെച്ചിട്ടോ ചട്ടകം വെച്ചിട്ടോ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് തന്നെ പൊള്ളി വരും. അപ്പം ഞാനിവിടെ ചുട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ കവർ ചെയ്തൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരു തുണി വെച്ചിട്ട് തന്നെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ബലം പിടിക്കും. അപ്പോൾ പിന്നെ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ഹാർഡായി പോവും. അപ്പോൾ നല്ല നമുക്ക് ഇത് ഷവർമ ഉണ്ടാക്കാനോ സാൻഡ്വിച്ച് ഉണ്ടാക്കാനോ ഒക്കെ പറ്റുന്ന നല്ലൊരു റൊട്ടിയാണ് കേട്ടോ. നല്ല ലെയറുകളായിട്ട് തന്നെയാണ് ഇരിക്കുക. ഉൾഭാഗം നമുക്ക് എന്തെങ്കിലും സ്റ്റഫിങ് ഒക്കെ വെച്ചിട്ട് ചെയ്യാനൊക്കെ നല്ല ഈസിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.